ഈ റബ്ബർ വിളയിൽ വന്ന് എന്ന് ഞാൻ ഒരു കഥ പറയാം. അതായത് 2025 ഞാൻ തുടങ്ങിയത് മുതൽ ഇപ്പൊ ഒരു പാട്ട് ഇടയ്ക്ക് കോപ്പറേറ്റ് അടിക്കുന്നു. ഈ തുടങ്ങിയത് പോലെ ഇതുവരെ ഓരോ ദിവസവും അന്നദാനം, ഓരോ വ്ളോഗിലും ഒരു അന്നദാനം മസ്റ്റാണ്. അങ്ങനെ ഇന്ന് അത് 3ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നെല്ലിക്കുന്ന് കരിക്കുഴിയിൽ നെല്ലിക്കുന്ന്. നമ്മൾ വന്നിരിക്കുന്ന സ്പോട്ട് നെല്ലിക്കുന്നാണ്. എന്നോട് കുറച്ച് ആൾക്കാരുണ്ട്, ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാം. ഡിങ്കിരി പട്ടാളം. ഇപ്പൊ ഇവര് 3 പേരാണ് എന്റെ കൂടെ ഇൻട്രോ എടുക്കാൻ വേണ്ടി ഈ വിളയിലോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. ഇത് ഇവനെ അറിയല്ല, ആരാണ്? ഓ, സ്വയമേ പുകഴ്ത്തപ്പെടുന്ന ഞാനാണ് കിഡ്ലു എന്ന് പറയുന്ന സിബി. അടുത്ത് അഭിനന്ദ്. ഓക്കെ, ആക്ച്വലി ഇത് ഇവർ രണ്ടുപേരെയും പ്ലേസിൽ അടുത്തുള്ള അമ്പലമാണ് അല്ലേ? അമ്പലത്തിന്റെ പേര് പറഞ്ഞു. നെല്ലിക്കുന്ന് മാടന്നട ദേവീക്ഷേത്രം. ഓക്കെ, നെല്ലിക്കുന്ന് മാടന്നട ദേവീക്ഷേത്രത്തിലെ അന്നദാനം കഴിക്കാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സിബിയാണ് എന്നെ ഇന്നലെ തലേദിവസം ചേട്ടാ ഒരു അന്നദാനം കഴിക്കാറുണ്ട്, എടാ ഇങ്ങനെ പോസിറ്റീവല് നിൽക്കാതെ ഓക്കെ അന്നദാനം കഴിക്കാറുണ്ട് നമുക്ക് പോണ്ടേന്ന് ചോദിച്ചാ. അതാണ് അതിന് നീ അടിക്കൂ. ഓക്കെ, അപ്പം അതാണ് സംഭവം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള പരിപാടി. ഇനി ഒരു 2-3 മണി വരെ നമ്മളിവിടെ അന്നദാനം കഴിച്ചൊന്ന് വൈബ് ചെയ്തിട്ട് നമുക്ക് പോകണം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കഴിക്കാൻ പോവാം. വേറെ ഒന്നും പറയില്ല നമുക്ക് പറയാ, കഴിക്കാനല്ല പിന്നെ എന്താ പറയാ. ഇവരെ നാട്ടിലോട്ടാണ് നമ്മൾ വിളിച്ചുകൊണ്ട് വന്നത്. ഞാൻ ഒരു ഗസ്റ്റ് ആണ്. അപ്പൊ എനിക്ക് സ്പെഷ്യലായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ചുമ്മാ അന്നദാനത്തിന് ബിരിയാണി വെച്ചു. എന്നാ ഞാൻ അന്നദാനത്തിന് വരില്ല, നേരെ ബിരിയാണി കഴിക്കാൻ പറ്റും. ഇവ എന്തെന്ന് പറഞ്ഞാ അങ്ങനല്ല ചേട്ടാ, എനിക്ക് പള്ളിയിൽ പോകണം ചേട്ടാ, പോയിട്ട് ഈ അന്നദാനം കൊടുക്കും പോലെ ബിരിയാണി കൊടുക്കണമെന്ന് നീ പറഞ്ഞില്ലേടാ? ഞാൻ ഇപ്പൊ പറഞ്ഞു, നീ ഇന്നലെ എന്നെ വിളിച്ചപ്പോ പറഞ്ഞില്ലേ ഇവൻ നോൺ വെജ് ലവറാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഡയലോഗ് അടിച്ചത് രാത്രി അതുപോലെ ആയിരുന്നു. അപ്പൊ നീ പകലാവുമ്പോ വേറെ അഭിപ്രായം പറഞ്ഞില്ല? ഓൾറെഡി അമ്പലത്തിൽ അറിയാം, എല്ലാവർക്കും വരുന്നവരാ. അപ്പൊ സ്ഥിരം വിസിറ്റർ ആണ്. ആക്ച്വലി ഞാൻ മാത്രമേ ഇപ്പൊ പുതിയതായിട്ടുള്ള വിസിറ്റർ ആയിട്ടുള്ളൂ. കുഴപ്പമില്ല. കുഴിയിൽ നിന്ന് സിബിയെ പിടിച്ച് കയറ്റുന്ന കാഴ്ചയാണ് നമ്മൾ നീ കാണാൻ പോകുന്നത്. ചാടി കയറിക്കോളാം. ഓ നെഞ്ചാങ്കോട്ടിലിട്ട് കിട്ടി ചേർക്ക്. കയറിക്കോ. നീ എത്രാമത്തെ അറ്റംപ്റ്റ് കയറാൻ നോക്കാല്ല? എടാ ഇനി ഇവിടെ എന്തോന്ന് ഒരു പാറ ഉണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞ? അങ്ങോട്ട് പോവാം നമുക്ക്. നിങ്ങളൊക്കെ നടക്കാൻ തയ്യാറാണോ? നീ നടക്കാൻ തയ്യാറാണോ? പോവാം. അപ്പോഴിവിടെ ഒരു പാറ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. എന്റെ വീടിന്റെ മുകളിൽ ഒരു പാറയുണ്ട്. ഇനി ഇവരെ പാറ എങ്ങനെയാ നമുക്ക് നോക്കാം. ഗായ്സ്, ഈ യമണ്ട പാറയാണ് ഇവര് പറഞ്ഞു. കണ്ടോ എന്റെ പൊന്നു, കുറെ ഉണ്ടല്ലോ. എടാ ഇത് നമ്മളവിടെ തന്നെ കട്ടി കൊണ്ടാ സെറ്റ് കേട്ടാ. ഇത് സംഭവം പാറ പൊട്ടിച്ചാണെന്ന് തോന്നുന്നു കേട്ടാ. സെറ്റ്. അപ്പോഴെന്തായാലും നമുക്ക് നേരെ ഈ പാറയുടെ മണ്ടയിലോട്ട് നമുക്കൊന്ന് കയറാം. ഓക്കെ, എല്ലാരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. 1, 2, 3. ഞാനിവിടെ ചേർന്ന് 4 പേര്. കയറിയ ഉച്ചയ്ക്ക് വെയിലടിക്കുമെന്നല്ലേ നീ ഉദ്ദേശിച്ച? കയറാൻ പറ്റൂലേ? എനിക്കറിഞ്ഞൂടാ. കയറാൻ പറ്റും, പക്ഷെ മടിയായോണ്ടാണ് നമ്മളാ. നിങ്ങൾ വഴി പറഞ്ഞാൽ മതി, ഞാൻ ഇവനെ കൊണ്ട് കയറും. ഞാൻ കയറുന്നില്ല. അയ്യോ, എന്നാ വെയിൽ കേട്ടാ. നമുക്ക് ഇനി ഒരു ദിവസം വരുമ്പോ ഉച്ചയ്ക്ക് വെയിലടിക്കും, അതാണ് സംഭവം. ഇനി ഒരു അപ്പുറ സൈഡിൽ നിന്ന് കുറച്ചുകൂടെ കാണാൻ പറ്റും. ഏതാ വഴിയാ? കുത്തനെ കയറി പോണോ? കയറിയല്ല, ഞാൻ ഇതുവരെ വന്നിട്ട് ഇനി കയറാതെ പോണ. എനിക്കറിയാം, നിങ്ങളുടെ നാടല്ലേ? ഞാൻ കേറിയിട്ടില്ല നീ ഇവിടെ എത്ര നാളുകൊണ്ട് താമസിക്കണ്ടോ? ഏകദേശം ഒരു 20 അല്ല, ഒരു 30-40 വർഷം കൊണ്ട് ഇവിടെ താമസിക്കണ അഭിനന്ദാണ്. എന്നിട്ടും ഈ പാറ വയസ്സ് പറയല്ലോ വ്ളോഗില്. എടാ പെണ്ണ് കേട്ടാളോ? നോ വയസ്സ്. പക്ഷെ നല്ല വൈബുണ്ട് കേട്ടോ ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ സെറ്റ് പോയിരിക്കും. ഡേയ് എന്തിനാണ് ഒന്ന് പോയി നോക്കിയല്ലേ? ഞാൻ ഇപ്പൊ കയറി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെ ഉച്ചയ്ക്ക് കയറിക്കൂടെ? അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? സിബി ഒരു തീരുമാനമാക്കളോ? ഇതാണ് വഴി കണ്ടോ, ഇതാണ് വഴി. ഇതിലെ കൂടെ കയറി കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഇതോ അങ്ങ് എത്താം. ഇതിന് ഇവർക്കെല്ലാം മടി. ഞാൻ ഇവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കണ്. സിബി കഴിഞ്ഞ് തള്ളി കയറണം. ഞാൻ പറഞ്ഞില്ല. അതെന്ത്? ആരെങ്കിലും ഒരു തീരുമാനമായി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പോവാം. എനിക്ക് കയറണമെന്നാണ് ഒരു ആഗ്രഹം. കാരണം എന്ന് പറഞ്ഞാൽ യവന്മാരുള്ളപ്പോഴേ ഇവിടെ ഇതിന്റെ മണ്ടയിൽ ചെന്ന് കയറാൻ പറ്റും. അല്ല നമ്മളിപ്പോ സ്ട്രേഞ്ചർ ആയിട്ടുള്ള നമ്മൾ വന്ന് ഇവിടെ കയറി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. നീ വാടാ എടാ വാടാ ഇറക്കി അങ്ങോട്ട്. എനിക്ക് വഴിയെന്ന് പറഞ്ഞു. വഴി വെട്ടി വന്നവനോട് നീ പറയണം വാ ഇങ്ങോട്ട്. 10 മിനിറ്റ് കൊണ്ട് കയറിയിട്ട് വന്നൂടെ? 10 വേണ്ട, 2 മിനിറ്റ്.
അതായത് എടാ നമ്മളവിടെ എന്റെ അവിടെ പാറയിൽ കയറണം ഇതിനെക്കാട്ടി ഉണ്ട് വഴി. അത് ഒരു തേരി ഫുള്ളാ കയറി ഒന്ന് പോകണം. ഇവനെ ഞാൻ ഫുള്ളാ കയറ്റിച്ച് ആ പാറയിൽ കൊണ്ടുപോയതാണ്. എന്നിട്ടാണ് ഇന്ന് വയ്യ വിയർത്ത് കുളിച്ചിട്ടുള്ള തന്നെ എടാ എന്നിട്ടാണ് അവൻ കയറാൻ മതി. വാ അമ്പോ ഇപ്പൊ അതാണ്ട് ഈ സ്റ്റെപ്പുകൾ കയറിയതോ അവ അങ്ങെത്തി. ഇതാ പറഞ്ഞ 5 മിനിറ്റ് നോക്കിട്ട് ഇപ്പൊ ഇതാ പാറ കണ്ടെത്തി നമ്മളിതാ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പാറയിലെ വഴി കണ്ടെത്തി നമ്മളിതാ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇവിടെ ഒരു മിസ്റ്ററി ഫീൽ ചെയ്യണ്ടാ. മിസ്റ്ററി അല്ല, അത് മീൻ വണ്ടി സംഭവം. ഇവിടെ വെള്ളം അടിക്കുന്ന സ്ഥലം കണ്ടായിരുന്നു കേട്ടാ ഗായ്സ്. ഇവിടെ മൊത്തം കൊടുങ്കാട്. എന്റെ പൊന്നോ ഇതെന്തരടേ എന്റെ വണ്ടയിൽ എങ്ങനെ കയറുന്നത്? ഇതിലേ തന്നെ കേറയില്ലേ? അയ്യോ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾ പോണേക്ക്. ഇവിടെ മൊത്തം കാടാണ്. ഇതിലെ വഴിയില്ല കേട്ടാ. ഞാൻ കാട്ടിന്റെ മണ്ടയിലാണ് നിൽക്കണം. ഇവിടെ കയറിയിട്ട് നമ്മൾ പോയില്ലെങ്കിൽ നഷ്ടമാണ്. കണ്ട ഈ ലെവലിലാണ് പാറ കിടക്കണം. അതാണ് അങ്ങ് താഴെ. എന്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടാ. താഴോട്ട് നല്ല ആഴുണ്ട്. ചറക്കുമെന്നാണ് കാണാം. ഓക്കെ ഗൈസ്, അങ്ങ് അറ്റത്തോട്ട് പോക്ക് നടക്കൂല. 2 സൈഡിന് പാറ ഇളക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോവാം. അങ്ങ് അറ്റം പോകാനുള്ള റിസ്ക് എടുക്കാനുള്ള അവസ്ഥയിൽ അത്രയും ധൈര്യം എനിക്കില്ല. ഓക്കെ, എന്തായാലും നമ്മൾ കയറി കണ്ടു പാറ. നമുക്ക് തിരിച്ചു പോവാം. കമോ ഗൈസ്, അമ്പലത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പാട്ടാണ് ഗില്ലി അപ്പിടി പോട് 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 എന്ന് പറഞ്ഞ് ഇതാ ഇറങ്ങി വന്നോ. അതാണ് റിസ്ക് എടുക്കാൻ വയ്യാത്ത ചെറുക്കൻ എന്താ നിൽക്കണ് മാന്യായിട്ട്. ഞാൻ ഒരു ബ്ലോഗർ യൂട്യൂബർ അല്ല ഗൈസ്, ഞാൻ ഒരു എഡ്യൂക്കേഷൻ യൂട്യൂബർ ആണ്. ആവശ്യമില്ല ഗൈസ്. ഇനിയിപ്പോ അങ്ങനെയൊക്കെ തള്ളു. എന്തായാലും ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അതിന് മനുഷ്യനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറി കാണാൻ ആഗ്രഹമുള്ളവർ കാണും. അത്രേ ഉള്ളൂ. അയ്യോ സംഭവം ഇപ്പൊ എനിക്ക് തോന്നണം കയറണ്ടായിരുന്നെന്ന് തോന്നിയില്ല. കണ്ട കയറണം എന്റെ മൈൻഡ് പറഞ്ഞു ഗൈസ്. അതുകൊണ്ട് കയറി ജസ്റ്റ് ഒന്ന് എന്താണ് സംഭവം എന്ന് അറിയാമെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് കയറി അവിടെ കഴിഞ്ഞപ്പോൾ 2 സൈഡും പാറ ഇങ്ങനെ പൊട്ടിച്ചിട്ടിരിക്കുന്നു. പിന്നെന്താണ് പിന്നെ അത് അവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റിസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കയറി കണ്ട് ദാറ്റ്സ് ഇറ്റ്. ഇതിന്റെ നൈസ് ആയിട്ട് ഇറങ്ങിയതാ പോയി. മൊത്തത്തിലേക്ക് മണ്ടേ കയറിയപ്പോ ഞാൻ ക്ഷീണിച്ച്. പക്ഷെ കയറാത്തതാ മടിയന്മാരെ ഇതായിരിക്കണം. കാണിച്ചുതരാം. ഇതിന്റെ അറ്റം വരെ കയറി. പിന്നെ കയറി ഞാൻ കുറച്ചുകൂടെ പോയപ്പോ എനിക്ക് നെഞ്ചു വെക്കുന്നു. പേടിയല്ലേ 2 സൈഡും. പിന്നെ വീതി കുറവ്. പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇറങ്ങി പോകണം, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പിന്നെ ദാണ്ട് ഇതുവരെ കയറി. ഇതുവരെ പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ എനിക്ക് തോന്നില്ല. വെള്ളം കിടക്കും. ചർക്കര കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങണ്ട, നേരെ ഇഞ്ഞ് വരും. മഴവെള്ളം കിടക്കും. വായലില്ല കേട്ടോ, വായലില്ല. പക്ഷെ ഗ്രിപ്പൊക്കെ ഉണ്ട്. ഈ ചെരുപ്പൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പോകും. എടാ സിബി, നീ എന്തിനാ എന്റെ കൂടെ വന്ന്? അവിടെ വന്നിട്ട് പകുതി വരെ കയറിട്ട് മൂത്രം വെച്ചിട്ട് താഴെ ഇറങ്ങി. എന്നിട്ട് അവന്റെ ഓഞ്ഞ സെൽഫി. ഇതൊടിഞ്ഞ് വീഴോ? ഇവിടെ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ക്യൂ കടന്നു പോകാം അല്ലടാ സിബി? 2 മണിയായിട്ട് പോവാന്നാണ് പറഞ്ഞത്. 2 മണിയാ ഫുഡ് തീരുമോ? ആൾക്കാർ ഇരുന്ന് കഴിക്കുന്ന സദ്യയാണ് ഗൈസ്. അപ്പോൾ പുറകിൽ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ അവിടെ പോയി നിൽക്കണം. ഓക്കെ, ഇപ്പം കുറച്ച് സെറ്റ് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ക്യൂ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് അവർ പോയതിനു ശേഷം അതിന്റെ പുറകെ നമ്മൾ കയറി പോകാനായിട്ട് പറ്റും. സോ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കിട്ടുമോ? ഇപ്പൊ കിട്ടും. ഇവൻ 4-5 കൊല്ലം വന്ന സ്ഥലമാണ്. ആകെ ഒരേ മണി വന്നു. എത്ര തവണ വന്നിട്ടുണ്ട്? എടാ ഇവരെ കൂടെ 2-3 വട്ടം വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഗായ്സ്, അപ്പൊ ഒരു കരളിയല്ല കളരി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അതിന് എന്തോന്ന് പറയണ? ഇവ എന്തൊരു ഡയലോഗ് പറഞ്ഞില്ല. നീ പറഞ്ഞ നാട് ആ വേടെന്തോ പറഞ്ഞു പറയടാ. പന്തി മന്തി അല്ല പന്തി. ആ ഒരു സംഭവം കഴിഞ്ഞു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് 4 പേര് കൂടെ 1, 2, 3 ഞാനിവിടെ ചേർന്ന് 4 പേര് കൂടെ ഇരിക്കണമെങ്കിൽ 4 സീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണം. അത് കിട്ടി. ഓക്കെ, അതുകൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗായ്സ്. അപ്പൊ ഫൈനലി നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുകയാണ്. ഒരാളത് അവിടെ ഇരിപ്പുണ്ട്, സിവിത അവിടെ ഇരിപ്പുണ്ട്, യവന്ത ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ 4 പേർക്ക് സീറ്റ്. ഇനി നമ്മൾ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മാത്രം മതി. ഫൈനലി പരിപ്പ് വന്നു. നമ്മൾ കഴിച്ചാൽ കറക്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് കറികളൊക്കെ സെറ്റ് ആയിട്ടുണ്ടായി. എങ്ങനെയുണ്ടല്ലോ റിവ്യൂ ഒന്നുമല്ല, കൊള്ളാം. കുറച്ച് മനസ്സ് നിറഞ്ഞ കറികളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കറികളോട് ഒരു അന്നദാനത്തിനായിരിക്കും. എന്തായാലും ഇവിടെ വന്ന് കഴിക്കാൻ പറ്റിയത് മഹാഭാഗ്യം. അപ്പൊ അന്നദാനം എങ്ങനെ ഉണ്ടായിരുന്നു? അന്നദാനം പൊളിച്ചല്ലേ? പിന്നെ ഇവര് സ്വന്തം നാട്ടിലെ അന്നദാനം കൊണ്ട് പൊളിപ്പിച്ചു. പക്ഷേ സംഭവം എന്ന് പറഞ്ഞാലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഈയിടെ കഴിക്കാൻ പോയാല് 1 ഓഫ് ദി ബെസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ എല്ലാ കറികളും ഉണ്ട് അല്ലേ? എല്ലാം അടിപൊളിയായിരുന്നു. ചമ്മന്തി സാധാരണ നോർമൽ ഒരു സദ്യക്ക് അല്ലേ, കല്യാണ സദ്യക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിരിക്കും. അതേപോലെ വിളമ്പും അവരെ എല്ലാ സെറ്റപ്പും അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും പിരിയാനുള്ള ടൈമായി ഗൈസ്.
നമുക്ക് വീണ്ടും കാണാം. ഓക്കെ 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 ഓക്കെ. നിനക്ക് കയ്യില്ല അതാ വണ്ടി പോയി. ആ വണ്ടി പോയിക്കോട്ടെ. ഓടുണ്ട് കൈ എഴുതുന്ന എല്ലാ സിബിയുടെ ഐശ്വര്യം. ഇത്രയും നാൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പൊ അതിഥിയായിട്ട് വന്നത് വിഷ്ണുചേട്ടൻ, അതായത് ടിവി. നീ ഒരു തവണയല്ലേ ഈ ആദ്യമായിട്ട് പോണെന്നല്ലേടാ പറഞ്ഞ? നീ ആദ്യമായിട്ട് പോണെന്നല്ലേടാ പറഞ്ഞ അവിടുത്തെ? ആ ഓ അമ്മമാര് പറഞ്ഞ എന്നെ സത്യം ഏത് അമ്മമാര് 3-4 തവണ എന്നാണ് എന്നോട് പറഞ്ഞത്. നീ ഇപ്പൊ അത് രണ്ടാമതാക്കി. ഓ ചില സംഭവങ്ങൾ എന്തായാലും ബൈ ബൈ. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ ഗൈസ്, ബൈ ബൈ. അയ്യോ ഇനി അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വന്ന് കയറാണ്. അയ്യോ ഇതാ കണ്ടോ നല്ല മഴക്കോള്. അയ്യോ ചാമ്പ ചെയ്യാതെ ചിക്കൻ കേട്ടാ. അയ്യോ ഇനി ഓക്കെ. അയ്യോ എന്തൊക്കെയാണ് ഒരെണ്ണം പറയുക. എനിക്കിപ്പോൾ ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നോണ്ട്. അല്ലെങ്കിൽ നമ്മൾ അച്ചാറൊക്കെ ഇട്ട് കഴിക്കും. ചോറിന്നോണ്ട് വന്നോണ്ട് വലിയ വിശപ്പില്ല. എന്നാൽ നമുക്ക് കഴിച്ചു നോക്കാം. നോക്കുകയാണെങ്കിൽ ഇതിൽ അരിയില്ല കേട്ടോ. അതുകൊണ്ട് ഫുള്ളായിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അച്ചാറിടാൻ സെറ്റപ്പ് ആയിരിക്കും. അടിപൊളി കാണാം. അപ്പോഴേ ഇന്നലത്തെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിരുന്നില്ലേന്ന്. അപ്പോൾ അതിനെ എഡിറ്റ് ചെയ്തൊന്ന് സെറ്റ് ആക്കണം. എന്നിട്ട് ഞാൻ വരാം. ഓക്കെ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. ആക്ച്വലി ഈ വ്ളോഗിന്റെ ഈ ഔട്ട്ഡ്രോ ഞാൻ എടുക്കുന്ന 4ാമത്തെ ദിവസമാണ് എടുക്കണം. അപ്പോൾ അന്നത്തെ ഒരു ഡേയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതായിരുന്നു ഗൈസ്. നമ്മൾ അന്നദാനത്തിന് പോയി. അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിച്ചു. ഞാൻ കഴിച്ചതിൽ ആ ഒരു ഇടയ്ക്ക് കഴിച്ചതിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് അന്നദാനമായിരുന്നു. പിന്നെ അവന്മാര് 2 പേര് പിന്നെ CB എല്ലാവരും കൂടെ ആയപ്പോൾ തന്നെ മൊത്തത്തിൽ ഒരു വൈബായി. പിന്നെ നമ്മൾ ആ ഒരു പാറയുടെ മണ്ടയിൽ കയറി എല്ലാം മൊത്തത്തിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ഡേ ആയിരുന്നു ഗൈസ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഡേയ്സ് ഇൻ മൈ ലൈഫ്. ആ ഒരു ലൈഫ് ഒരു ഡയറിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ഡയറിയിൽ നല്ലൊരു പേജിൽ ഈ ഒരു ദിവസം ഉണ്ടായിരിക്കും ഗൈസ്. ഒത്തിരി എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു. അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയുന്ന പോലെ സിമ്പിളും ആയിരുന്നു. എന്ന് നമ്മൾ ആ ഒരു സംഭവം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും പറ്റും. വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഹോപ്പ് യു ഗൈസ് നിങ്ങളും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്ളോഗിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പിന്നെ എൻ്റെ ലൈഫിൽ നടക്കുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇങ്ങനെയുള്ള ഈ ഡേ ബൈ ഡേ ഉള്ള ലൈഫിൽ വ്ളോഗ്സിൽ വരാൻ പോകുന്നത്. സിമ്പിൾ ആൻഡ് എൻജോയബിൾ വ്ളോഗ്സ് ആയിരിക്കും. ഓക്കെ അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണ്, വൺ ഐഡിയ ലൈഫ് ഗൈസ്. പിന്നെ എന്താണ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. റെഡി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി പിടിക്കുക. ആ ബെല്ലൈക്കനിലൂടെ ഒരു പെരുക്ക് പിടിക്കുക. പീസ്.